വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എക്സ്ഫോളിയേഷൻ. അതെന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ സ്കിന്നിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ എപ്പോഴും ടാൻ അടിച്ചിട്ടും സ്കിന്നിന് കെയർ ചെയ്യാതെ ഒക്കെ ഒരുപാട് ഡെഡ് സ്കിൻസ് വന്നിട്ടുണ്ടാവും, ഡെഡ് സെൽസ് വന്നിട്ടുണ്ടാവും. ഇതിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എക്സ്ഫോളിയേഷൻ. എക്സ്ഫോളിയേഷൻ വഴി എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, സെൽസിൽ ഒരുപാട് പോർസ് നമ്മുടെ ഫേസിൽ ഉണ്ടാവും. ആ പോർസിലുള്ള ഡേർട്ട്, ഓയില്, അതുമാതിരി സേബം എന്ന് പറയും, വാക്സ്, ഇതെല്ലാം നമുക്ക് എക്സ്ഫോളിയേഷൻ വഴി റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്ഫോളിയേഷൻ വഴി നമുക്ക് യൂത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ചുളിവുകളുള്ള ഡെഡ് ആയിട്ടുള്ള സ്കിൻ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്ചർ ആകെ മാറിപ്പോവാണ്. സ്കിന്ന് നല്ല സ്മൂത്ത് ആവും, യൂത്ത് ആവും, അതുമാതിരി ഹെൽത്തി ആവും. പിന്നെ ഈ ഒരു എക്സ്ഫോളിയേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വഴി നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റും. ഡാമേജ്ഡ് സെൽസ് നമ്മൾ റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പൊ അവിടെ ന്യൂ സെൽസ് ജനറേറ്റ് ചെയ്ത് ന്യൂ സ്കിന്നാണ് അവിടെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്ക് സ്കിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയി ടെക്സ്ചറൊക്കെ അടിപൊളിയാക്കി വെച്ച് യൂത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ആന്റി ഏജിങ് പ്രോസസ് കൂടിയാണ് എക്സ്ഫോളിയേഷൻ. അതിന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ സെയിം മെത്തേഡ് എല്ലാവരും യൂസ് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്യരുത്, വീക്കിലി 2 days നമ്മളിത് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യുക, എല്ലാവരും കമന്റ് ചെയ്യുക. അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ബൈ.